വിഷുവിന് കൈനീട്ടം ഇട്ട് വെക്കാൻ സിമ്പിളായിട്ട് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൗച്ച് ഉണ്ടാക്കിയാലോ. ഇതുപോലൊരു നീള തുണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ പ്രൊസീജിയർ തന്നെ പേപ്പർ വെച്ച് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തുണിയാണ്. അവർക്ക് ഇത് വെച്ചിട്ട് വേണം ഒരു പൗച്ച് എന്ന് പറഞ്ഞിട്ട് നല്ല ഗ്രീൻ കളറല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കണിക്കുഞ്ഞി കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിഷു സ്പെഷ്യലായിട്ടുള്ളൊരു പൗച്ച് റെഡി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ നീളത്തിന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വെൽവെറ്റിലെ തുണി ആയതുകൊണ്ട് സാധാരണ മെഷീനിൽ അതങ്ങനെ അടിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞാനിത് പശ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ ഈ ഗം വളരെ സൂപ്പറായതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റും നല്ല കൃത്യമായിട്ട് നമുക്ക് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ പോക്കറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പോക്കറ്റ് കൂടി ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 3 പോക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പൈസ നിറച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു കവറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു സൈഡിൽ അതുപോലെ വെട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഒരു ക്യാപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൗച്ച് ഇതാ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ഹാങ്ങിങ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബട്ടൺസും വെച്ചിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഈ സൈഡിൽ ഒരു ബട്ടൺ കൂടി വെച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സേഫ്റ്റി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ ഒരു മിനുക്ക് പണി നടക്കുന്നുണ്ട്. ഒരു ചെറിയ കൊന്നപ്പൂവ് പിന്നെ ഹാപ്പി വിഷു എന്നൊക്കെ എഴുതിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും വിഷു ഒക്കെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ വിഷു ഒക്കെ എന്തായി? ഒത്തിരി കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയില്ലേ? നല്ല സന്തോഷമായില്ലേ? അപ്പോൾ ഇനി സദ്യയൊക്കെ ഉണ്ട്. നല്ല വിഷു സൂപ്പറായിട്ട് ആഘോഷിച്ച് പടക്കം കമ്പിത്തിരിയൊക്കെ പൊട്ടിച്ചിട്ട് ഇന്നത്തെ വിഷു അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ വിഷു നല്ല ഗംഭീരമാവട്ടെ. നമ്മളും കുട്ടിക്കാലത്ത് ഇതുപോലെ വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. നിങ്ങളും അതുപോലെ നല്ല കാര്യത്തിനായിട്ട് ഈ വിഷുവിന് കിട്ടിയ പൈസ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒക്കെ കൂടി ഹാപ്പി വിഷു.